സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ്. നമ്മൾ ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ കുറെ ടൈപ്പ് എൻഡോഴ്സ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റിനെ എന്താ വിളിക്കുക? സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആണ് ഫുൾ എൻഡോഴ്സ്മെന്റ് അല്ലെ. സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്താണ്? ഫുൾ എൻഡോഴ്സ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ജനറൽ എൻഡോഴ്സ്മെന്റിന്റെ വേറെ പേരെന്താണ്? ജനറൽ എൻഡോഴ്സ്മെന്റ്. ഫുൾ എൻഡോഴ്സ്മെന്റും ഉണ്ട്, ജനറൽ എൻഡോഴ്സ്മെന്റും ഉണ്ട്. ജനറലും ഉണ്ട്, സ്പെഷ്യലും ഉണ്ട്. അത് സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റിനെ വിളിക്കുന്ന വേറെ പേരാണ് എന്ത്? ഫുൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ജനറൽ എൻഡോഴ്സ്മെന്റിനെ വിളിക്കുന്ന വേറെ പേരെന്താണ്? ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. അതെ, ജനറൽ എൻഡോഴ്സ്മെന്റ് എന്താണ്? ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് ആണ്. നെയിം മെൻഷൻ ചെയ്യാത്തതാണ് ഏത്? സിഗ്നേച്ചർ മാത്രം ഇട്ടിട്ടുള്ളതാണ് ജനറൽ എൻഡോഴ്സ്മെന്റ്. നെയിം കൂടി മെൻഷൻ ചെയ്താൽ എന്തായി മാറി? സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ആയി മാറി. ഇപ്പൊ ജനറൽ എൻഡോഴ്സ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫുൾ എൻഡോഴ്സ്മെന്റ്. ക്ലിയർ അല്ലേ? പറഞ്ഞിട്ടുള്ളതാണിത്. സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങക്ക്? ക്വസ്റ്റ്യൻസ് വായിക്കാൻ കിട്ടുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് DRI സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ടു കാറ്റർ ദ നീഡ്സ് ഓഫ്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആരുടെ നീഡ്സിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത സ്കീമാണ്? ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് DRI സ്കീം എന്ന് കേട്ടിട്ടുണ്ടാവും. ആരുടെ നീഡ്സിനാണത്? ബിസിനസ് പീപ്പിളിന്റെ ആണോ? ടാർഗറ്റഡ് ലോ ഇൻകം പീപ്പിൾ ആണോ? ഹൈ ഇൻകം പീപ്പിൾ ആണോ? ട്രേഡേഴ്സ് ആണോ? ആരുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത സ്കീമാണ് DRI സ്കീം? DRI സ്കീം ആരുടെ വേണ്ടിയിട്ടാണ്? ഇത് വളരെ പുവറായ ആൾക്കാർക്ക് കേട്ടോ, വളരെ പുവറായ ആൾക്കാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം എന്ന് പറയുന്നത്. അതിന്റെ ഇയർ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. DRI സ്കീമിന്റെ ഇയർ എത്രയാ? അതെ, അതിന്റെ ആൻസർ എന്താണ്? ടാർഗറ്റഡ് ലോ ഇൻകം പീപ്പിൾ, വളരെ പുവറിലും പുവറായ, വളരെ ദരിദ്രരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കീമാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇയർ 1972, 1972 ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? അവർക്ക് വളരെ കുറഞ്ഞ പെർസെന്റേജില്, അതായത് ടോട്ടൽ ലോൺ ഇപ്പൊ നോർമലി കൊടുക്കുന്ന മെമ്പേഴ്സിന് ഒരു ബാങ്ക് ഒരു ലോൺ റേറ്റ് ഫിക്സ് ചെയ്യുമല്ലോ, ആ റേറ്റിലല്ല ഇവർക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. ഇവർക്ക് കൊടുക്കുന്നത് നോർമലി 4%. അപ്പൊ DRI സ്കീം പ്രകാരം മെമ്പേഴ്സിന് എത്ര പെർസെന്റേജ് ലോൺ കൊടുക്കുക? എത്ര പെർസെന്റേജ് ഇൻട്രസ്റ്റിലാണ് ലോൺ കൊടുക്കുക ചോദിച്ചാല് 4%. ഇപ്പൊ നോർമലി ഒരു ബാങ്കിൽ 7 or 8 എന്നൊക്കെ വിചാരിക്കാം. അത്രയും ഇവർക്ക് കൊടുക്കില്ല. ഇവർക്ക് വളരെ കുറഞ്ഞ, കാരണം വളരെ ഇൻകം കുറഞ്ഞ ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്നതല്ലേ. അപ്പൊ അവർക്ക് വളരെ കുറഞ്ഞിട്ട് ഒരു 4%-ലൊക്കെ എന്ത് ചെയ്യാണ്? ഫിനാൻസ് കൊടുക്കാണ്, ലോൺ കൊടുക്കാണ്. അതിനെയാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം എന്ന് പറയുന്നത്. ബാങ്ക് ആണ് കൊടുക്കുന്നത്. ഇതിന്റെ ബാക്കി ഡയറക്ഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. പക്ഷെ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആര് തന്നെയാണ്? ഗവൺമെന്റ് ആണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ടാർഗറ്റഡ് ലോ ഇൻകം പീപ്പിൾ. ലോ ഇൻകം പീപ്പിളിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത സ്കീമാണ് DRI. 1972 4% ഇൻട്രസ്റ്റിലാണ് ലോൺ കൊടുക്കുക. ക്ലിയർ ആയോ? അടുത്ത് പറയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അനൗൺസ്ഡ് ആസ് പെർ വിച്ച് ആക്ട്? ഏത് ആക്ട് പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അനൗൺസ് ചെയ്തിരിക്കുന്നത്? RBI ആക്ട് ആണോ? NI ആക്ട് ആണോ? BR ആക്ട് ആണോ? നബാർഡ് ആക്ട് ആണോ? സെക്ഷൻ കൂടി പറഞ്ഞോളൂ കേട്ടോ. ഏത് സെക്ഷൻ പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ഷനും ആക്ടും പറയൂ. ബാങ്കിങ് ഓംബുഡ്സ്മാനും ഉണ്ട്, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാനും ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്കിങ് ഓംബുഡ്സ്മാൻ 1995-ലാണ് വന്നത്. കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ 2010-ലാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് BR ആക്ട് പ്രകാരമാണ് അല്ലെ. BR ആക്ട് പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പെർ ഏത് ആക്ട് പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? 35A ഓഫ് BR ആക്ട്. RBI ആക്ട് ആണോ? RBI ആക്ട് പ്രകാരമാണോ നമ്മൾ പഠിച്ചത്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ പഠിച്ചത് ഇപ്പോ ഓർമ്മയില്ലേ? മറന്നോ? ബാങ്കിങ് ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് RBI ആണ്, ശരിയാണ്. പക്ഷെ
ഏത് ആക്ട് പ്രകാരമാണ്? 35A ഓഫ് BR ആക്ട്. BR ആക്ട് പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാനെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം അനൗൺസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ അപ്പോയിന്റ് ചെയ്യുന്നതാണ് RBI. ബാങ്കിങ് ഓംബുഡ്സ്മാൻ അനൗൺസ്ഡ് ആസ് പെർ 35A ഓഫ് BR ആക്ട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സർഫാസി ആക്ട് റിലേറ്റഡ് ടു. സർഫാസി ആക്ട് ഏത് റിലേറ്റ് ചെയ്തിട്ടാണ്? നോമിനേഷൻ ഫെസിലിറ്റി ടു ബാങ്ക് അക്കൗണ്ട്. Nomination facility to bank account, prevention of frauds in bank, loan recovery, classification of asset. ഇതിൽ ഏതിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് സർഫാസി ആക്ട്? ലോൺ റിക്കവറിക്കാണ് അല്ലെ. ലോൺ റിക്കവറിക്ക് വേണ്ടിയിട്ട് വിത്തൗട്ട് ഇന്റർവെൻഷൻ ഓഫ് കോർട്ട് ഇന്റർവെൻഷൻ ഇല്ലാണ്ട് തന്നെ ലോൺ റിക്കവറി തീർക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ആണ് സർഫാസി ആക്ട്. 2002 വന്നത്. കോപ്പറേറ്റീവ് ബാങ്ക്സിന് അപ്ലിക്കബിൾ ആയത് 2003 സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. അതാണ് ഇതിന്റെ ഫുൾ ഫോം, സർഫാസി ആക്ടിന്റെ ഫുൾ ഫോം. ഇതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓർമ്മയിൽ ഇതൊക്കെ പറഞ്ഞത്. അപ്പൊ ലോൺ റിക്കവറിക്ക് വേണ്ടി വിത്തൗട്ട് ഇന്റർവെൻഷൻ, കോർട്ട് ഇന്റർവെൻഷൻ ഇല്ലാണ്ട് തന്നെ ലോൺ റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്ട് ആണ് സർഫാസി ആക്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് KGB is at. KGBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് KGB. KGB പറഞ്ഞ കേരള ഗ്രാമീൺ ബാങ്ക്. കേരള ഗ്രാമീൺ ഇപ്പൊ അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അറിയാം, ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അത്യാവശ്യം ചോദിക്കുന്നുണ്ട്. KGBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്ക് അറിയാമല്ലോ എവിടെയാണ്? കേരളത്തിലെ ഒരേ ഒരു RRB ആണ് KGB. 2013 വന്നത്. മലപ്പുറത്താണ് ഹെഡ്ക്വാർട്ടേഴ്സ്. KGBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മലപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ബാങ്കുകളുടെ പേരൊന്ന് പറയൂ. തൃശ്ശൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ആയി വരുന്ന ബാങ്കുകൾ ഏതൊക്കെയാണ്? തൃശ്ശൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ആയി വരുന്ന ബാങ്കുകൾ. നാല് ബാങ്കുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂർ വരുന്നുണ്ട്. ഏതൊക്കെയാണത്? കാത്തലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇസാഫ് ബാങ്ക്. ഈ 4 ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? തൃശ്ശൂരാണ്. ഏതൊക്കെയാണ്? CSB, ധനലക്ഷ്മി, SIB, സൗത്ത് ഇന്ത്യൻ, SIB, ഇസാഫ്. ഈ 4 ബാങ്കിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? തൃശ്ശൂരാണ്. CSB, ധനലക്ഷ്മി, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആൻഡ് ഇസാഫ് ബാങ്ക്. ഇതിൽ 4ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? തൃശ്ശൂരാണ്. നമ്മളിപ്പോ പറഞ്ഞത് KGB ആണ്. KGB മലപ്പുറത്താണ്. ഫെഡറൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഫെഡറൽ ബാങ്ക്. ഫെഡറൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആലുവയാണ് അല്ലെ. കൊച്ചിന്നായിരിക്കും ചിലപ്പോ, ആലുവ എന്നായിരിക്കും ഓപ്ഷനിൽ. ആലുവ എന്നുണ്ടെങ്കിൽ ആലുവ തന്നെ എഴുതണം. ഫെഡറൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആലുവയാണ്. KGBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മലപ്പുറത്താണ്. പിന്നെ നമ്മളിപ്പോ ഏതൊക്കെ തൃശ്ശൂര് പറഞ്ഞേ? കാത്തലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇസാഫ്. ഇത് 4ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, ഈ തൃശ്ശൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ KGBയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് കറക്റ്റ് പഠിച്ചു വെക്കണം. അടുത്തത്, ബ്ലൂ ചിപ്പ് ഷെയർസ് ആർ ഇഷ്യൂഡ് ബൈ. ആരാണ് ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക? സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആണോ? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണോ? ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ് ആണോ? നോൺ വെൽ റെപ്യൂട്ടഡ് കമ്പനീസ് ആണോ? അതിൽ ആരാണ് ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്? ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂഡ് ബൈ. ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ് ആണ് എന്ത് ഇഷ്യൂ ചെയ്യുന്നത്? ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? വെൽ നെറ്റ്വർത്ത് ഉള്ള ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ് മാത്രമാണ് എന്ത് ഇഷ്യൂ ചെയ്യാൻ പറ്റുക? ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക. അതായത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനീസിന്, നല്ല സ്റ്റെബിലിറ്റിയും റിലയബിലിറ്റിയും പെർഫോമൻസ് ഒക്കെ ഉള്ള ബാങ്കുകളാണ് എന്ത് ചെയ്യുക? ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. സും കൂട്ടണോ? വായിക്കാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്?
ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അപ്പൊ ഫിനാൻഷ്യലി സൗണ്ട് കമ്പനീസ് ആണ് ബ്ലൂ ചിപ്പ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അടുത്തത് സെലക്ട് ദ റോങ് വൺ അസോസിയേറ്റഡ് ടു ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട റോങ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് റിസ്ക് ഫ്രീ, എക്സാമ്പിൾ ഈസ് ട്രഷറി ബിൽ, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ സ്കീം ആർ LIC ആൻഡ് GIC. ഇതിൽ ഏതാണ് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ്? റോങ് വൺ അസോസിയേറ്റഡ് വിത്ത് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്, അത് ട്രഷറി ബിൽ അതിന് എക്സാമ്പിൾ ആണ്, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു പാർട്ട് അല്ല. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ പാർട്ടല്ല, മണി മാർക്കറ്റിന്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കി മൂന്നും കറക്റ്റ് ആണ്. അത് റിസ്ക് ഫ്രീ ആണ്, കാരണം ഗവൺമെന്റ് അല്ലേ. അപ്പൊ റിസ്ക് ഫ്രീ ആണ്. ട്രഷറി ബിൽ അതിന് എക്സാമ്പിൾ ആണ്. ഈ ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസിന്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് LIC, GIC ഒക്കെയാണ് അതിന്റെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ലോഞ്ച്ഡ്. ഏത് കൊല്ലാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന? അത്യാവശ്യം യോജനകൾ ഇപ്പൊ ചോദിക്കാറുണ്ട് അല്ലെ. ജസ്റ്റ് ഏതാ ഇയറും എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ യോജന എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഏത് ഇയർ ആണ് ലോഞ്ച് ചെയ്തത്? 2016 ആണോ, 19 ആണോ, 12 ആണോ, 13 ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ശരിക്കും 2015 ആണ് കേട്ടോ. ഇതിൽ 2015 ഓപ്ഷനിലില്ല, 2016 അവർ കൊടുത്തിരിക്കുന്നത്. ശരിക്കും 2015 പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന PMSBY ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 2015 പക്ഷെ ഇവര് 2016 ആൻസർ കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയിലെ എന്ത് സ്കീമാണ്, എന്ത് ലോണാ കൊടുക്കുന്നത്? ഇറ്റ് ഈസ് എ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം അല്ലെ. ഇന്ത്യയിലെ ആക്സിഡന്റ് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന, ആക്സിഡന്റിന് ഇൻഷുറൻസ് കൊടുക്കുന്ന സ്കീമാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന എന്ന് പറയുന്നത്. 2015 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. 2015 ബഡ്ജറ്റില് അരുൺ ജെയ്റ്റ്ലി ആണ് ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഈ ഒരു യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ലോഞ്ച് ചെയ്ത് മെയ്യിലാണ്. 2015 കറക്റ്റ് ആൻസർ. ഇവർ കൊടുത്തിരിക്കുന്നത് 2016 പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന ലോഞ്ച്ഡ് ഇൻ 2016. ഓക്കെ. അപ്പൊ ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമാണത്. അടുത്തത്, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more മോർഗേജ്. രണ്ടോ അതിൽ കൂടുതലോ മോർഗേജിന്റെ കോമ്പിനേഷൻ എന്തെന്ന് വിളിക്കും? ഇക്വിറ്റബിൾ മോർഗേജ് ആണോ, ഇംഗ്ലീഷ് മോർഗേജ് ആണോ, അനോമലസ് മോർഗേജ് ആണോ, യൂസുഫ്രാക്ചറി മോർഗേജ് ആണോ? കോമ്പിനേഷൻ ഓഫ് 2 or more mortgages. അനോമലസ് മോർഗേജ് ആണ്. നമ്മൾ മോർഗേജ് ടൈപ്സ് ഓഫ് മോർഗേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ബാക്കി ഒരു ടൈപ്പിലും വരാത്തതാണ് ഏതിൽ പെടുക? അനോമലസ് മോർഗേജിൽ പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഓരോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതാണ് ഇക്വിറ്റബിൾ എന്താണെന്നും ഇംഗ്ലീഷ് എന്താണ്, യൂസുഫ്രാക്ചറി എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അതില് വേറെ ഒരു ടൈപ്പ് മോർഗേജിലും ആവശ്യം വരാത്തതാണ് അനോമലസ് മോർഗേജ്. അതുപോലെ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത മോർഗേജ് ഏതാണ്? രജിസ്ട്രേഷൻ റിക്വയർ അല്ലാത്ത മോർഗേജ് ആണ് ഏത്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഏത് തന്നെയാണ്? ഇക്വിറ്റബിൾ മോർഗേജ് ആണ്. ഇക്വിറ്റബിൾ മോർഗേജിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല. ഒരു ടൈം സ്പെസിഫൈ ചെയ്ത മോർഗേജ് ആണ് ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറയുന്നത്. ടൈം സ്പെസിഫൈ ചെയ്താണ് ഇംഗ്ലീഷ് മോർഗേജ്. ഇതൊക്കെ നമ്മൾ ടൈപ്സ് ഓഫ് മോർഗേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കോമ്പിനേഷൻ ഓഫ് 2 or more മോർഗേജ് ഏതാണ്? അനോമലസ് മോർഗേജ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ. സെക്ഷൻ 127 ഓഫ് NI ആക്ട്. NI ആക്ടിന്റെ സെക്ഷൻ 127, 123 മുതൽ 131 വരെ ക്രോസിംഗുമായി റിലേറ്റ് ചെയ്ത സെക്ഷൻസ് ആണ്.
അതിൽ 127 ഏത് ക്രോസിംഗ് ആണ്? നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ആണോ, ഡബിൾ ക്രോസിംഗ് ആണോ, മെറ്റീരിയൽ അൾട്രേഷൻ ആണോ, സ്പെഷ്യൽ ക്രോസിംഗ് ആണോ? സെക്ഷൻ 127 ഓഫ് NI ആക്ട് ഡബിൾ ക്രോസിംഗ് ആണ് അല്ലെ. 123 ജനറൽ ക്രോസിംഗ്, 124 സ്പെഷ്യൽ ക്രോസിംഗ്, 127 ഡബിൾ ക്രോസിംഗ്, 130 നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ്, 128 പ്രൊട്ടക്ഷൻ ടു പേയിങ് ബാങ്കർ, 131 പ്രൊട്ടക്ഷൻ ടു കളക്ടിംഗ് ബാങ്കർ. ഇതൊക്കെ നമ്മൾ ക്രോസിംഗിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സെക്ഷൻസ് ഒക്കെ ഓർമ്മയില്ലേ?